കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മുടെ കൂടെ പുതുതായിട്ടുള്ളവർക്ക് എന്തുവാ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഞങ്ങള് ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങള് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുക. നിങ്ങളും കൂടെ ഒരുമിച്ച് വരാൻ വേണ്ടി, അല്ലെ നിങ്ങളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ഭൂമിയിലുള്ള ഈ ജീവിതത്തിനകത്ത് ഏത് നിലയിൽ, ഏത് നിലവാരത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ വാക്തത്വത്തിൽ എത്തണം കേട്ടോ. വാക്തത്വത്തിൽ എത്തണം. എന്ത് ചെയ്യുന്നവരാകട്ടെ, വീട്ടിലെ കുക്ക് ചെയ്യുന്ന ഒരു മാതാവാകട്ടെ, ഒരു മകളാകട്ടെ, വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, ഒരു നല്ലൊരു ഹസ്ബൻഡ് ആകട്ടെ, നല്ലൊരു വൈഫ് ആകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയ ഒന്നാമത്തെ കാര്യമാണ് സ്വർഗം തന്നെ നിങ്ങളുടെ കാവലായി തീരും കേട്ടോ. എന്തോ ഞാൻ പറഞ്ഞേ, സ്വർഗം തന്നെ, ദൈവം തന്നെ നിങ്ങളുടെ കാവലായി തീരും. എന്തുകൊണ്ടാ കാവലിന് ഇത്രമാത്രം പ്രാധാന്യത? നിങ്ങൾ ബൈബിളിൽ ഉടനീളം പഠിച്ചു. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചതാ. ഞങ്ങൾ ഓരോ സബ്ജക്ട്സ്, ഓരോ വാക്യങ്ങൾ എടുത്ത് പഠിക്കുക. ഉൽപ്പത്തി പുസ്തകം തൊട്ട് ആദാമിനെയും ഹവ്വായെയും തൊട്ട് തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ പഠിച്ചു. ദൈവം ആരെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടാനും ഉയരപ്പെടാനും ശുശ്രൂഷയിലും എല്ലായിടത്തും ശോഭിക്കാനും, അത് രാജാക്കന്മാരായിരിക്കാം, പ്രവാചകന്മാരായിരിക്കാം, സാധാരണക്കാരായിരിക്കാം, പട്ടണമായിരിക്കാം, എന്തുമാകട്ടെ, അനുഗ്രഹിക്കപ്പെടാൻ ദൈവം തന്നെ അവർക്ക് കാവല് കൊടുത്തത് കൊണ്ടാണ് അവരെ ദൈവം വളർത്തിയത്. ഓരോ കുടുംബത്തിനും വ്യക്തിപരമായി നമുക്ക് കാവല് വേണം, കുടുംബപരമായി കാവല് വേണം. ഇല്ലെങ്കിൽ ശത്രുവായവൻ, ഈ ഭൂമിയെക്കുറിച്ച് പറയുന്ന വഞ്ചകൻ, ചതിയൻ, കള്ളൻ, അറുക്കാൻ വരുന്നവൻ, മുടിക്കാൻ വരുന്നവൻ, മോഷ്ടിക്കുന്നവൻ, ഇവൻ നമ്മളെ എന്തോ എടുക്കുമെന്നറിയാമോ? നമ്മളെ, നമ്മുടെ കുടുംബത്തെയും അവസരം വരുമ്പം തകർത്ത് കളയും. തകർത്ത് കളയെന്ന് പറഞ്ഞാൽ ചിലപ്പം മരണപ്പെടാം. ചിലപ്പോൾ കാരണം ബൈബിളിലെ വാക്യം അങ്ങനെ, അറുക്കാൻ, മുടിക്കാൻ, മോഷ്ടിക്കാൻ, കൊന്നുകളയാൻ കേട്ടോ. അതിന്റെ ഇതിലുണ്ട്. അവൻ ആദ്യമേ വരുമ്പോൾ ഒന്നും പക്ഷെ ജീവിതത്തിൽ ഉയരാൻ പറ്റത്തില്ല. നമ്മുടെ മലയാളം ഭാഷ പറഞ്ഞ ജീവിതത്തിൽ ഗതി പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം നിന്റെ കാവലാണോ? നീ പോകുന്ന നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്തു വേണം? ദൈവത്തിന്റെ കാവല് വേണം. 70-ലധികം സങ്കീർത്തനമുണ്ട് ദാവീദ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 150 സങ്കീർത്തനമുണ്ട്. ഒറ്റ സങ്കീർത്തനത്തിൽ നിങ്ങൾ കാണിച്ചതാ കാവലിനെ കുറിക്കാത്ത, അതിനെക്കുറിച്ച് പരാമർശിക്കാത്ത, ഒരു വാക്കുകൾ ഇല്ലാത്ത ഒരു സങ്കീർത്തനം കാണിച്ചത്. എൻ്റെ തൂവൽ, എൻ്റെ മറവിടം, എൻ്റെ ശരണം, എൻ്റെ പാറ, എൻ്റെ കോട്ട, എൻ്റെ വെളിച്ചം, എൻ്റെ ശരണം, എൻ്റെ അങ്ങനെ കിടക്കുക. ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒത്തിരിയും ഇതെല്ലാം കഴിഞ്ഞു. ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ദൈവവചനം എത്ര രീതിയിൽ പഠിക്കാം, ഇതെല്ലാം കഴിഞ്ഞു. കാരണം ദൈവവചനം പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ, സ്പിരിച്വൽ ലൈഫിൽ ഉയരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചർച്ചിൽ വന്നു, സ്വത്രാഴ്ച ഇട്ടു, അല്ലെങ്കിൽ പൈസയും തന്നു, എല്ലാം തന്നു, നിങ്ങൾ പോയി. 5 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ എങ്ങും എത്തിയിട്ടില്ല. എന്താ അതിന് കാരണം എന്നറിയാമോ? നിങ്ങൾ ചടങ്ങ് തീർക്കാൻ ഒരിടത്ത് പോയേ, വചനം പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പം നിങ്ങൾ നല്ലൊരു സ്കൂളിൽ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ചേർക്കുമോ? അല്ലെ മാതാപിതാക്കൾ കൊണ്ട് ചേർക്കുമോ? പൊട്ട സ്കൂളിൽ, ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സ് ഉള്ള സ്കൂളിൽ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമോ? എന്താ പഠിപ്പിക്കാത്ത? ആ കൊച്ചിന്റെ ഭാവി പോയി. കാശ് കൊടുത്ത ആ കൊച്ചിന്റെ ഭാവി കളഞ്ഞു അല്ലേ? ആ പഠിപ്പിക്കുന്ന ടീച്ചർ എന്തുകൊണ്ടാണ് സ്കൂളുകൾ, എത്ര ഇന്റർനാഷണൽ സ്കൂളുകൾ വരാനുള്ള കാരണം? എത്ര കാശാ, എന്തുകൊണ്ടാ? നല്ല ഡീപ്പ് ടീച്ചിങ് നടന്നെങ്കിൽ മാത്രമേ ഈ കൊച്ചിന് ഭാവിയുള്ളൂ, ഈ കൊച്ചു ഗ്രോ ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്നാ സ്കൂളിൽ എല്ലാവരും വിടുന്നു, ഒരു സ്കൂളിലോട്ട് അങ്ങ് വിട്ടു, പോയിട്ട് വാ, കഞ്ഞി കുടിച്ചിട്ട് വാ, കഞ്ഞിയും പേരും കുടിച്ചിട്ട് വാ, എങ്ങനെ പറഞ്ഞു വിട്ടാ കൊച്ചു എന്തേലും പഠിക്കുവോ? പഠിച്ച സ്കൂളിന് പോലും ചോദിക്കും, നീ ഏത് കോളേജിലാണ് പഠിച്ചത്, നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്, എന്തുകൊണ്ടാ പഠിപ്പിച്ച ടീച്ചേഴ്സ് ക്വാളിഫൈഡ് ആണെന്ന് ചോദിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുപോലെ നല്ലൊരു ഹോട്ടലിൽ ഫുഡ് ഉണ്ടെങ്കിൽ എത്ര ദൂരം കഴിക്കാൻ പോകും. ഹൊസ്കോട്ടൽ ഒരു ഹോട്ടലുണ്ട്, ഇനി ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അവിടെ പോലെ, ഇത് മാർക്കറ്റിംഗ് ഒന്നുമല്ല. രാവിലെ 4 മണിക്ക് തൊട്ട് അവിടെ ക്യൂ ബിരിയാണി കഴിക്കാൻ.
ഒസ്കോട്ടലിൽ ഹോട്ടലുണ്ട്. 4 മണിക്ക് കൊത്തന്നൂരിലുണ്ടൊരു ഹോട്ടൽ, മല്ലിക ഹോട്ടൽ എന്ന് പറഞ്ഞ്. ഞാൻ ഇന്നൊന്ന് ചെല്ലണം അവിടെ. എൻ്റെ പൊന്നെ, ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം സൺഡേ ഇവിടെ ഒരു കഴിക്കാൻ പോയിട്ട് കയറാൻ പറ്റത്തില്ല. പേര് കൊടുത്തിട്ട് വെളിയിൽ നിൽക്കണ ഒരു മലയാളി കടയിൽ ഫുഡ് കഴിക്കാൻ. ആ പുള്ളി എവിടെ പോയിട്ടോളോ, സിനിയാനിക്ക് അറിയാം, എവിടെ പോയിട്ടോ അവിടെ എല്ലാം ആളാ, ഭയങ്കര ആളാ. നല്ല ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കാൻ എത്ര ദൂരം വേണേലും പോകും. കാരണം നമ്മൾ നമ്മുടെ ജഡത്തെയാ കൂടുതലും ഫീഡ് ചെയ്യുന്നത്. നല്ലൊരു ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോവോ, എടുക്കാൻ പോവും. ഒരു രോഗം വന്നു, നിങ്ങളുടെ വീടിന് അടുക്കൽ ഒരു പൊട്ട ഡോക്ടറുണ്ട്, ഒത്തിരി ദൂരമൊന്നും പോകണ്ട. ആ ഡോക്ടറെ കാണാൻ പോവോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണാൻ പോവോ, കാശ് കൊടുത്തിട്ടായാലും. പറഞ്ഞു, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ എന്തിനാ കാണാൻ പോകുന്നത്? നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ജഡത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ ജഡത്തിനു വേണ്ടി നമ്മൾ അത്ര നല്ലതാ എടുക്കുന്നതെങ്കിൽ, ജീവന്റെ വചനം, നിങ്ങളുടെ ജഡം, നമ്മുടെ എല്ലാം ജഡം നശ്വരമാണ്, ഇവിടുന്ന് പോകുന്നതാ. ജീവന്റെ വചനം പഠിക്കെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്തോ അറിയാമോ? നമ്മുടെ ലൈഫിനെ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഇത് കോണ്ടാക്ട് ഇങ്ങനെ ഉയർത്താൻ നോക്കും. സ്പിരിച്വൽ ലൈഫ് ഇവിടെ, ഇതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മതി എൻ്റെ സ്പിരിച്വൽ ലൈഫ്. ഇപ്പൊ ഒന്നും പറ്റത്തില്ല. പക്ഷെ എന്തോ കിട്ടുന്ന അറിയാമോ? ഇത് ഇവിടെ നിൽക്കും, മാഗ്നറ്റ് പോലെ. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഇത് എത്രയുണ്ടോ അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നോക്കിക്കും, ഇങ്ങനെ പറ്റത്തുള്ളൂ. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇതങ്ങോട്ട് ഉയർത്തും. നിങ്ങളുടെ പ്രാർത്ഥന ലൈഫ്, നിങ്ങളുടെ വിശുദ്ധ ജീവിതം, വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ അതിന് ശ്രമിക്കണം, പഠിക്കണം. അങ്ങോട്ട് ഉയർത്തി നോക്കിയേ, ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ഇവിടെ വരും. ഞാൻ ഇന്നലെ നടന്നൊരു അത്ഭുതം പറയാം. ഇന്നലെ നടന്നൊരു അത്ഭുതം. എൻ്റെ ലാപ്ടോപ്പ് അടിച്ചുപോയി. എനിക്ക് ബൈബിൾ ക്ലാസ് രാത്രി, നിങ്ങൾ കുറച്ചുപേര് ബൈബിൾ ക്ലാസ് കാണുന്നുണ്ട്. നാളെ മറ്റന്നാളും രാത്രി 11:30 തൊട്ട് വെളുപ്പിനെ 3 മണി വരെ യൂറോപ്പിലെ ചർച്ചുകൾക്കുള്ള ബൈബിൾ ക്ലാസ്. ഒരു പ്രത്യേക വിഷയം എടുത്തു. 3 മണിയാകുമ്പോഴേ കിടക്കത്തുള്ളൂ, 3:30 കിടക്കത്തുള്ളൂ. അങ്ങനെ അത് കഴിയുമ്പോൾ അടുത്ത ബൈബിൾ ക്ലാസ്. ബുധനാഴ്ച നമ്മുടെ മീറ്റിംഗ്. ഇങ്ങനെ ബൈബിൾ ക്ലാസ്, ഇതും ചർച്ച. കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ കോളേജിൽ ഒരു മീറ്റിംഗിന് കൊണ്ട് ആ ലാപ്ടോപ്പ് അങ്ങ് അടിച്ചുപോയി, കേടായിപ്പോയി. ഞാൻ എൻ്റെ മനസ്സിലൊത്തു, കർത്താവേ, പല പ്രാവശ്യങ്ങളും ഈ ലാപ്ടോപ്പ് ഇങ്ങനെ കംപ്ലൈന്റ് തരിക. കാരണം ഇഷ്ടം പോലെ മീറ്റിംഗ് ഉണ്ട്, ഇതിങ്ങനെ ഉണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ നേരത്തെ മീറ്റിംഗ് ഉള്ള ഒരാളുണ്ട്, ഒരു പ്രിയ ആൻറ്റി ഉണ്ട്, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, എനിക്ക് എപ്പോൾ ആൻറ്റിയുടെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ ആൻറ്റി ഇന്നലെ ഞാൻ വിളിച്ചു. ആൻറ്റി മീഡിയയില വർക്ക് ചെയ്ത്. ആൻറ്റി ഒരു സജസ്റ്റ് ചെയ്യാമോ, ഇങ്ങനെ ലാപ്ടോപ്പ് ഏതാ നല്ലൊരു ലാപ്ടോപ്പ്? കാരണം എനിക്കും അല്പം മീഡിയയുടെ വർക്കൊക്കെ ചെയ്യണം. എങ്ങനെ ചോദിച്ചു, എന്ത് പറ്റി ചോദിച്ചു. ഒരു നിമിഷം, സാറ്റർഡേ അല്ലേ, ഞാൻ വീട്ടിലായി. ഇപ്പൊ ഞാൻ ഇന്ന് ജോലിക്ക് പോയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങാന്ന്. ഇന്നലെ ആ ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടി ആൻറ്റി എനിക്ക് 1 ലക്ഷം രൂപ അയച്ചു. 1 ലക്ഷം രൂപ. എന്നോട് പറയാം, ഞാൻ പാസ്റ്ററുടെ വീഡിയോ രാത്രി കണ്ടോണ്ടിരിക്കുക, പാസ്റ്റർ വെളുപ്പിനെ എടുക്കുന്ന മീഡിയ ഞാൻ കണ്ടോണ്ടിരിക്കുക, എന്തോ ബ്ലെസ്സിങ്ങാ. എന്നോട് പറയാം, ഞാൻ ബാങ്കിൽ നിന്ന് സാറ്റർഡേ 2 മണിക്ക് മുമ്പേ അടയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ബാങ്കിൽ പോയി അക്കൗണ്ടിലോട്ട് അയച്ചു. എന്നൊക്കെ ലൈഫിലായിട്ട് അയക്കണോ, എവിടെ അയക്കണോ, 1 ലക്ഷം രൂപ. ഞാൻ ആൻറ്റി ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഞാൻ ഇന്നലെ ആൻറ്റിയെ വിളിച്ച് താങ്ക് യു പറഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ ടീമിനകത്തല്ലാതെ, സോളമനയ്യക്കൊക്കെ അറിയാം, വേറെ എൻ്റെ ടീമിനകത്തല്ലാതെ മറ്റൊരാളോട് ഞാൻ പൈസ വയ്ക്കാൻ പറ്റും. എൻ്റെ ബിസിനസ് അതല്ല. കാരണം ഗോഡ് വിൽ പ്രൊവൈഡ്. ഇത് ദൈവത്തിന്റെ പണിയാണോ? ഇതെടുത്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ സാധനം എടുത്തത് ഞാനും ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ ചർച്ചിൽ. പക്ഷെ കർത്താവിനോട് ഞങ്ങൾ 2-3 ആഴ്ച 3-4 ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് ഈ ബോർഡ് വേണം, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. ഇതുണ്ട് 1 ലക്ഷം രൂപയുടെ ബോർഡ്. 5000 മേടിച്ച് 5000 ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. കർത്താവിൻ്റെ വചനത്തിനകത്ത് പഠിക്കാൻ തുടങ്ങാം. നിങ്ങൾ ഇത് ഉയർത്തിയാൽ മതി, ഇതിങ്ങനെ വന്നോളും, ഇവിടെ വരും. എവ്രിതിങ് ഫോൾ ഇൻ പ്ലേസ് കേട്ടോ. ദൈവത്തിന്റെ വചനം ആഴത്തിൽ പഠിക്കും. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്സിങ് ആണ്. എവിടുന്ന് എങ്ങനെയൊന്നും ചോദിക്കല്ലേ. പോസ്റ്റ്മാന് അഡ്രസ്സ് കയറ്റിയാലും കാക്കയ്ക്ക് അഡ്രസ്സ് കയറ്റത്തില്ല. പോസ്റ്റ്മാൻ അഡ്രസ്സ് കയറ്റാം, കൊറിയറുകാരെന്ന്. പക്ഷെ കാക്കയ്ക്കോ ഒരഡ്രസ്സും തെറ്റത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി വചനം പഠിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇത് കഴിഞ്ഞു,
നമ്മൾ ഈ ഇത് മൊത്തം പഠിച്ചു, വാക്യങ്ങൾ മൊത്തം, ബൈബിളിൽ എവിടെയൊക്കെ ദൈവത്തിന്റെ സുരക്ഷ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ എടുത്ത ക്ലാസ്സുകൾ മൊത്തം യൂട്യൂബിലും കിടപ്പുണ്ട്, നിങ്ങളത് കേക്ക്. ദൈവവചന ആഴത്തിൽ പഠിക്കും, നിങ്ങളുടെ കണ്ണിനെ ദൈവം തുറക്കും കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ വിടുതൽ നടക്കും, നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും കേട്ടോ. ഞാനൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ലൈഫ് ഉയർന്നു, നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വെക്കും, വേണ്ട ദൈവത്തിന്റെ വചനത്തിന്റെ ബലം നിങ്ങളുടെ ഉള്ളിൽ വരും. അത് ഭയങ്കര ശക്തിയാണ്. നമ്മൾ എവിടെ വരെയാ പഠിച്ചത്? പറഞ്ഞോ. നമ്മള് ഏത് വാക്യാ പഠിച്ചതെന്ന് പറഞ്ഞോ? ഏതാ ആന്റി പഠിച്ചേ? ഏതാ നമ്മൾ പഠിച്ചേ? സെക്കറിയ പ്രവാചകന്റെ പുസ്തകം കഴിഞ്ഞല്ലോ അല്ലേ? ഇത് കഴിഞ്ഞാൽ ദിസ് ഓൾ വി ഫിനിഷ്ഡ്. ഓക്കെ, ദിസ് വൺ till here we studied. ഞങ്ങള് ഈ ഭാഗം ചിന്തിച്ചു. അടുത്തത് ഞങ്ങള് ഇത് ചിന്തിച്ചു, ഈ ഭാഗം ചിന്തിച്ചു. ഞങ്ങൾ ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ വേറൊരു ഡീറ്റെയിലോട്ട് നമ്മൾ പോവാ. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫിനിഷ് ചെയ്തായിരുന്നോ? ആലയത്തിന്റെ പണിയെക്കുറിച്ച് ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഞാൻ ഒരിക്കൽ കൂടെ എവിടെ വരെ പഠിച്ചായിരുന്നു ആന്റി? നമ്മൾ ആലയം പണി കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മള് ആലയത്തിന്റെ പണി നടക്കണമെങ്കിൽ പോലും എന്ത് വേണമായിരുന്നു? ദൈവത്തിന്റെ സുരക്ഷ വേണമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പഠിച്ചവരൊക്കെ ഓർക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ എഴുതിയേക്കുന്നത് ആലയത്തിന്റെ പണി നടക്കണമെങ്കിൽ പോലും എന്ത് വേണമായിരുന്നു? അത് പോയി. ഓക്കെ, വണ്ടർഫുൾ. എന്നായിരുന്നു ഒരിക്കൽ കൂടെ BC, നിങ്ങൾ തന്നെ പറഞ്ഞു, 606 നെബൂഖദ്നേസർ 2 വന്നു, എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. വിജിൻ ഓർക്കുന്നുണ്ടോ? അടുത്ത രണ്ടാമത് എന്നാ വന്നേ? 596. അടുത്തത് എന്നാ വന്നേ? 586. നെബൂഖദ്നേസർ 3 പ്രാവശ്യം വന്നു. 586 ആലയം തകർന്നു പോയി. ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ പഠിപ്പിച്ചു നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ 2 വന്നു. ആദ്യത്തെ 606 പിടിച്ചോണ്ട് പോയതാണ്. ആരെയൊക്കെ പിടിച്ചോണ്ട് പോയേ? ദാനിയേൽ, ചന്ദ്രക്, മേശക്, അബേദ്നെഗോ. രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചോണ്ട് പോയ ആരെയൊക്കെയായിരുന്നു? എസെക്കിയേൽ പ്രവാചകനെയും അങ്ങനെയുള്ള പുരോഹിതന്മാരെ, സ്കിൽഡ് ആൾക്കാരെ. മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് മൊത്തം തകർത്ത് പട്ടണത്തെ ചുട്ടുകളഞ്ഞു. എന്തും കൊണ്ടാ ഇങ്ങനെ ചുട്ടുകളഞ്ഞേ? ദൈവം കൊടുത്ത കാവൽ നഷ്ടമായി, ദൈവം കൊടുത്ത സുരക്ഷ നഷ്ടമായി. അതിനുശേഷം നമ്മൾ കണ്ടു ദാനിയേൽ, അവിടെ 3 രാജാക്കന്മാരുടെ കാലത്ത് ഗവർണറും ചീഫ് ഗവർണറും ആയിരുന്നു. അത് ഏതൊക്കെ രാജാവ് എല്ലാം കണ്ടു. BC 539 ആര് കൊല്ലപ്പെടുന്നത്? കിങ് ബെൽസസർ. ഓർക്കുന്നുണ്ടോ? കിങ് ബെൽസസർ കൊല്ലപ്പെടുന്നത് BC 539. അപ്പോഴത്തേക്കിന് പ്രവാസത്തിന്റെ എത്ര വർഷം എത്തി? 68 വർഷം. ഇതെല്ലാം ഞങ്ങൾ പഠിച്ചു കണ്ടോട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം. അടുത്തത്, എന്നാണ് ഇസ്രായേൽ മക്കൾക്ക് ബാബിലോണിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത്? മടങ്ങിപ്പോരാൻ പറയുന്നത് ആരാ മടക്കി അയക്കുന്നത്? കിങ് സൈറസ്, കോരശ് രാജാവ്. എന്നാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? BC 536 കോരശും ദാര്യാവേശും കൂടെ കൊടുക്കുന്നത്. പൊക്കോ, നിങ്ങൾക്കറിയാമോ? ഒരു കണക്ക് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതാ. 606 മുമ്പേ, 606 യെരമ്യാവ് പ്രവചിച്ചു. യെരമ്യാവിൽ കൂടെ ദൈവം പ്രവചിച്ചു, ഇസ്രായേൽ ജനമേ, നീ പൊക്കോ, നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ ഇനി മടങ്ങി വരുവാൻ, നിന്നെ എത്ര വിളിച്ചിട്ടും നീ വരുന്നില്ല. കരയുന്ന പ്രവാചകനായിരുന്നു യെരമ്യാവ്. നിങ്ങളിതൊക്കെ ഓർക്കുന്നുണ്ടോ? മടങ്ങി വന്നില്ല. നിങ്ങൾ ഞാനിത് ഇന്നിങ്ങനെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഇതെല്ലാം ഞങ്ങൾ പഠിച്ചതാ. കരയുന്ന പ്രവാചകനായിരുന്നു. ദൈവം പറഞ്ഞു പൊക്കോ, 70 വർഷക്കാലം പ്രവാസത്തിൽ പൊക്കോ. എന്തിനാ 70 കൊടുത്തേ? 70ന്റെ കണക്കൊക്കെ ബൈബിളിൽ ഒത്തിരി ഉണ്ട്. എന്തുവാ 770? ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? 770, 490 എന്നൊക്കെ പറഞ്ഞൊരു കുറെ കണക്കുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, 536 തൊട്ട് 606 വരെ, അല്ലെങ്കിൽ 606 തൊട്ട് 536 വരെ എത്ര വർഷം ഉണ്ടായിരുന്നേ? 536 കോരശ് രാജാവ് പെർമിഷൻ കൊടുത്തു പൊക്കോളെ. ദൈവം അതാ ഒരു വാക്ക് കൽപ്പിച്ചാൽ പിതാക്കന്മാരും മാതാക്കളും എല്ലാം മരിച്ചു പോകാം.
കാലം മാറാം, രാജാക്കന്മാര് ഇസ്രായേലിലെ രാജാക്കന്മാർ മരിച്ചുപോയി. പക്ഷെ മാറാത്ത ഒരു മഹാരാജാവ് ഉണ്ട് കേട്ടോ. 70ന്റെ കണക്ക് ഞാൻ 2018 വരെയുള്ള 70ന്റെ കണക്ക് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാണും. എന്നിട്ട് 500 ലാസ്റ്റ് നമ്മൾ സെക്കറിയാവിന്റെ പ്രവചന പുസ്തകം, ഞാൻ അങ്ങോട്ടങ്ങ് പോവാം. 520 സെക്കറിയാവ് പ്രവചിക്കുന്നേ. അതിനുശേഷം എത്ര ആയിരുന്നു? 516 520 ആലയത്തിന് അടിസ്ഥാനമിട്ടു. 516 ആലയത്തിന്റെ പണി കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു 534 ഉണ്ട്, ഓർക്കുന്നുണ്ടോ? 534 അടിസ്ഥാനം ഇട്ടു. പക്ഷെ അടിസ്ഥാനം ഇട്ടിട്ടും പണി നടക്കുന്നില്ല. എന്താ നടക്കാത്തെ? തീ മതിൽ വന്നിട്ടില്ല. ആലയത്തിന്റെ പണിക്ക് തീ മതിൽ വേണോ? വേണം. സെരുബാബേൽ ദൈവത്തിന്റെ വചനം പഠിക്കുക 3 ആലയം കാണാം. അല്ലെ 3 അല്ല, 2 ആലയം കാണാം. 3ാമത്തെ ആലയം പണിതിട്ടില്ല. 2 ആലയം. 1ാമത്തെ ആലയം ശലോമോന്റെ ദേവാലയം. 2ാമത്തെ ആലയം സെരുബാബേലിന്റെ ദേവാലയം. 3ാമത്തെ ആലയം വന്നിട്ടില്ല. ഇന്ന് ഇസ്രായേലിന്, യഹൂദന് ആലയമില്ല. അവർ പണിയാൻ വേണ്ടി റെഡിയാ. നോക്കിയേ, ഈ ആലയം പണിയുമ്പോൾ കാവലില്ല. കാവല് മടങ്ങി വരാതെ ആലയം പണി നടന്നില്ല. എന്നാ കാവല് മടങ്ങി വന്നേ? ദൈവത്തിന്റെ ആത്മീയ കാവൽ. സെക്കരിയ പ്രവാചകൻ എന്നാ ബുക്ക് എഴുതുന്നേ? 520 സെക്കരിയാവിൽ കൂടെ ദൈവം പറയുക, യെരൂശലേം അതിലെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും. ഏത് മതില? അക്ഷരിക മതിൽ. ഇടിഞ്ഞു. എന്നിടിഞ്ഞു? 586 ഇടിക്കുന്നത്. ഇടിഞ്ഞു. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ആലയം പണി തുടങ്ങിയത്. ആലയം പണി മതില് വരാതെ ആലയം പണി തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണോ? കാവല് വേണോ? ബാംഗ്ലൂർ സിറ്റി ജോലിക്കും പഠിക്കാൻ വരുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ. എൻ്റെ കർത്താവ് ഓരോ സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പല വ്യക്തികളും വന്നു, അവരുടെ ജീവിതത്തിൽ ഉയരാൻ പറ്റിയിട്ടില്ല. പക്ഷെ മറ്റു പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെയുള്ള പലരോടും ഞാൻ പറഞ്ഞു, നീ ഇവരെ നോക്കിക്കോ, ഇവന് ഉയരും. ആ വ്യക്തിയെ നോക്കി അവൻ ഉയരും. കാരണം അവൻ്റെ കമ്മിറ്റ്മെന്റ് അങ്ങനെ, അവൻ്റെ സമർപ്പണം അങ്ങനെ. ദൈവത്തിന്റെ വചനം ഉയർത്തിയവനെ എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി ഫ്ലാഷ് ബാക്ക് പോകുന്നുണ്ട്. ഒത്തിരി പിള്ളേരെ ഒത്തിരി എണ്ണത്തെ എൻ്റെ മനസ്സിൽ കൂടെ, ആർടി നഗറും ഒക്കെ എൻ്റെ മനസ്സിലൊക്കെ പല സ്ഥലങ്ങളും ഒക്കെ വരിക. എത്ര ടൈപ്പ് പിള്ളേരാണ്. NRI പിള്ളേർ, അല്ലാത്ത പിള്ളേർ, എത്ര പിള്ളേരാണ്. പക്ഷേ ദൈവത്തെ സേവിച്ചവർ ഉയർന്ന ഞാൻ കണ്ടു. മറ്റു ചിലർ ഓർത്ത് അവരുടെ വിദ്യാഭ്യാസം അവർ ഉയർത്തു വന്നു. പക്ഷെ എവിടെയൊക്കെ പോയി സെറ്റിലായി, സ്റ്റക്കായി. ലൈഫിൽ ഇന്നേ ഒരു വൈസ് ഡിസിഷൻ എടുക്കുക. ദൈവത്തെ അന്വേഷിച്ച് മുന്നോട്ട് പോവാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിപ്പെടാത്ത മേഖലകളിൽ ദൈവം നിന്നെ എത്തിക്കും. നിന്റെ കൂട്ടുകാർക്ക് എത്തിപ്പെടാത്ത മേഖല. നിന്റെ വിദ്യാഭ്യാസമല്ല നിന്നെ എത്തിക്കുന്നത്. വിദ്യാഭ്യാസം വേണം. നിന്റെ കോളേജിൽ, നിന്റെ ജോലി സ്ഥലത്ത് നീ എങ്ങനാവും? നീ ഉന്നതനാവും. പക്ഷെ എന്ത് ചെയ്യണം? വചനത്തെ നീ അനുസരിച്ചു. നമുക്ക് മടങ്ങി വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സെക്കറിയ പ്രവാചന പുസ്തകത്തെ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്നറിയാമോ? നിങ്ങൾക്ക് ഡേവിഡിന്റെ ചരിത്രത്തിൽ നമുക്ക് തുടങ്ങാം. മൾബറി ചെടിയുടെ ചരിത്രത്തിലോട്ട് വരാം. പക്ഷെ നിങ്ങൾ വായിച്ചു, ദാവീദ് രാജാവ് താൻ 70-ലധികം സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ദാവീദ് 70-ലധികം സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ഒത്തിരി സങ്കീർത്തനമുണ്ട്. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ എടുത്തു കാണിക്കാൻ പോവാം. കിങ് ഡേവിഡിന്റെ ചരിത്രം 2 ശമൂവേൽ 22-ാം അധ്യായം 1-ാം വാക്യം. 2 ശമൂവേൽ. എല്ലാവരും ബൈബിൾ എടുക്കണേ. നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, മാക്സിമം നിങ്ങളൊരു ഡയറിയുമായിട്ട് വരണം. ദൈവവചനം പഠിക്കണം, എഴുതിയെടുക്കണം. ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും അങ്ങനെ ചെയ്യുക. എഴുതിയെടുക്കുക. അടുത്ത ആഴ്ച തൊട്ട് വരുമ്പം അഞ്ജന സിസ്റ്ററും ആഗ്നസ് സിസ്റ്ററും ഒക്കെ, പ്രിയങ്ക സിസ്റ്റർ, എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചയ്ക്ക് വേണ്ടി എഴുതിയെടുക്കുക, പഠിക്കുക. വായിച്ചേ. ടൈറ്റിൽ 1-ാം വാക്യം ഒന്ന് വായിച്ചേ.
ഓ, എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാം. ദാവീദ് രാജാവേ, അങ്ങേക്ക് പട്ടാളക്കാരില്ലേ? അങ്ങേക്ക് പടയാളികളില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു ദൈവമക്കളെ, രാജാവിന് പട്ടാളക്കാരില്ലേ? പടയാളികളില്ലേ? സൂക്ഷിക്കാൻ ആൾക്കാരില്ലേ? പിന്നെ പറയുക, യഹോവ ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്ന് ആര് വിടുവിച്ചു? ദൈവം വിടുവിച്ച ശേഷം അവൻ പാടുന്ന പാട്ട് കേട്ടോണേ. യഹോവേ, ആ പാട്ട്, ആ വേർഡ്, ആ പാട്ട് അങ്ങനല്ല പാടേണ്ടി കേട്ടോ, അങ്ങനല്ല വായിക്കണ്ടേ. യഹോവേ, അങ്ങന്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ പാറയായത്. ഇതൊക്കെ എന്തുവാ പറഞ്ഞു ദൈവമക്കളെ? ഇതൊക്കെ എന്തിനെ സിംബോളൈസ് ചെയ്യുന്നതാ? ദൈവത്തിന്റെ സുരക്ഷ. ഇവിടെ ദാവീദ് രാജാവിനും അബ്രഹാമിനും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള സകലവർക്കും ദൈവത്തിന്റെ സുരക്ഷ വേണമായിരുന്നെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് സുരക്ഷ വേണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ നമ്മൾ നിൽക്കുന്നേ? ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങി, എന്തെങ്കിലും ബോധം ഉണ്ടായിരുന്നു ഉറങ്ങിയപ്പം? പക്ഷെ നിങ്ങൾ ഉറങ്ങിയപ്പോൾ ഒരാൾ ഉറങ്ങിയില്ല. ആരുറങ്ങിയില്ല? ഇസ്രയേലിന്റെ പരിപാലകൻ, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. തണൽ നിങ്ങൾ വായിച്ചോ സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷി, എന്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ എന്നെ രക്ഷിച്ചത്. മരണത്തിന്റെ തിരമാലകളിനെ വളഞ്ഞ് ദുഷ്ടതയുടെ പ്രവാസം. കണ്ടോ? ആ സങ്കീർത്തനം മൊത്തം നിങ്ങൾ വായിച്ചു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, കാറ്റിന്റെ ചിറകിന്മേൽ പ്രത്യക്ഷനായി, അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക. ആ അധ്യായം മൊത്തം ചുമ്മാ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിക്കേ. ഞാൻ ഒരു 10 സെക്കൻഡ് തരും, ഒന്ന് ഓടിച്ചു നോക്കിക്കേ. എൻ്റെ കർത്താവേ, എത്ര വാക്യമല്ലേ അല്ലേ? സങ്കീർത്തനമല്ല അമ്മച്ചി, സങ്കീർത്തനോട് വരാം. 2 ശമൂവേൽ 22 കേട്ടോ. നിങ്ങൾ കണ്ടോ ദാവീദ് രാജാവ് പാടുന്ന പാട്ട്? കണ്ടോ അയ്യാ? ഇനി നോക്കിയേ, സങ്കീർത്തനം 3 നോക്കിയേ. ഇതേ കാര്യങ്ങൾ കാണാം, ഇതേ ടൈറ്റിൽ കാണാം. സങ്കീർത്തനം 3 ടൈറ്റിൽ ഒന്ന് വായിച്ചേ സിസ്റ്ററെ. അതിന്റെ ആ ടൈറ്റിൽ വായിച്ചു. ടൈറ്റിൽ ദാവീദ്. വായിച്ചു. അയ്യോ, നിങ്ങൾ ആ അധ്യായം മൊത്തം നോക്കിക്കോ. 3-ാം വാക്യം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. അയ്യോ, നിങ്ങൾ വായിക്ക്. കാരണം ഇത് വചനം ആരുടെയാ ഈ വചനം? ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കുന്നത് പോലും അനുഗ്രഹിക്കപ്പെടുമെന്ന് ആശയെന്ന് പറഞ്ഞു. വചനം വായിക്കുന്നത് തന്നെ നമ്മളെ അനുഗ്രഹിക്കും, ശുദ്ധീകരിക്കും. നിങ്ങൾ ഓരോ ദിവസവും വചനം വായിച്ചേ. നിങ്ങളുടെ ആത്മാവിന്റെ ആഹാരമാ കേട്ടോ. നിങ്ങൾ ആ സങ്കീർത്തനം മൊത്തം 5-ാം വാക്യം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ. ആണോ? ഇന്നലെ നമ്മൾ എന്തുകൊണ്ടാണ് ഉണർന്നത്? ഇന്ന് രാവിലെ എന്തുകൊണ്ടാണ് ഉണർന്നേ? കർത്താവ് നമ്മളെ താങ്ങിയത് കൊണ്ടാണോ? നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ സ്പിരിച്വൽ മിസ്റ്ററി അറിയാൻ പറ്റാഞ്ഞിട്ടാ. ഉറങ്ങിയപ്പോൾ എന്തോ പറ്റിയെന്നുള്ളത്. കൂർക്കം വലിച്ചെന്നല്ല വേർഡിന്റെ അർത്ഥം കേട്ടോ. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഒക്കെ എല്ലാം ഒന്ന് കിടക്കുക. ശബ്ദം വല്ലതും കേട്ടെങ്കിൽ എഴുന്നേക്കാം. പക്ഷേ ഈ സമയത്ത് സ്പിരിച്വൽ മണ്ഡലത്തിൽ നിങ്ങളെ ആക്സസ് ചെയ്യാൻ കൂടുതൽ കഴിയുന്നത്. അന്നേരം ആ സ്വപ്നമണ്ഡലങ്ങളിൽ കൂടെ സ്പിരിച്വൽ മണ്ഡലത്തിന് നിങ്ങളെ ആക്സസ്, കാരണം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയത്തും കേട്ടോ, ഒരു വ്യക്തി ബലഹീനനാകുമ്പോഴേ ഏറ്റവും കൂടുതൽ അവന് അറ്റാക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ രോഗം വരുമ്പം, ശരീരത്തിനും മാനസികമായി രോഗം വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഉള്ള ചിന്തകൾ മൊത്തം കൊണ്ടുവന്ന് പിശാച് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ നോക്കുന്നത്. വേസ്റ്റ് മൊത്തം കൊണ്ടുവന്ന് എന്താ, മനസ്സ് വീക്കായി, ശരീരം വീക്കായി. നിങ്ങൾ ഉറങ്ങുമ്പോഴോ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന
മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. കണ്ടോ? ഇപ്പൊ നിങ്ങൾ പറ, എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാണ് ഞാൻ ഇവിടെ നിന്ന് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളെ ശുശ്രൂഷിക്കാനുള്ളതിന്റെ കാരണം എന്താ? എൻ്റെ കർത്താവ് എന്നെ സൂക്ഷിച്ചത്. ഓ ഗോഡ്. തീമതിലിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനിയും സങ്കീർത്തനം 18 വായിച്ചേ. സങ്കീർത്തനം 18 അതിന്റെ ടൈറ്റിൽ വായിച്ചേ. മൈ ഗോഡ്. വായിച്ചു സിസ്റ്ററെ. ഓ ഗോഡ്. ഓ ജീസസ്. സിസ്റ്ററെ മതി. ദാവീദ് അങ്ങ് പാടുക. ഒരു ദൈവവൃത്യൻ ഒരിക്കൽ പറഞ്ഞ വേർഡ് എന്റെ മനസ്സിലുണ്ട്. ചില കുഞ്ഞുങ്ങളെ ആൾക്കാർക്കൊക്കെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ചില അമ്മമാര് കുഞ്ഞിനെ എടുത്തിട്ട് എൻ്റെ തങ്കക്കുടമാ, പഞ്ചാരക്കുടമാ, എന്തുവാ, ചക്കരയാ, മാങ്ങയാ, തേങ്ങായാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടന്ന് വിശദീകരിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത് പോലെ ദാവീദ്, കർത്താവേ അങ്ങ് എൻ്റെ ശൈലമാ, എൻ്റെ കോട്ടയാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ മറവിടമാ, ഇതെല്ലാ വാക്കുകളും നിങ്ങൾ പറ. എന്തിനെ സിംബോളൈസ് ചെയ്യുന്ന? ശരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? കാവൽ. മറവിടം എന്ന് പറഞ്ഞാൽ എന്തുവാ? കാവൽ. പാറ എന്ന് പറഞ്ഞാൽ എന്തുവാ? കാവൽ. എൻ്റെ തൂവൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇങ്ങനെ ദാവീദ് സങ്കീർത്തനം എന്തുവാ? തൂവൽ. അവൻ എന്നെ തൂവലുകൾക്കിടയിൽ ഒളിപ്പിക്കും, ചിറകിന്റെ മറവിൽ എന്നെ മറയ്ക്കും. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ കാവലാണോ? അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ വളർത്താനുള്ളവർക്ക് എന്ത് കൊടുക്കും? കാവൽ. നമ്മൾ പഠിച്ചു, ഒരു വ്യക്തിയെ, നിങ്ങളെ ഇപ്പൊ ഇവിടെ ബാംഗ്ലൂർ പട്ടണത്തിൽ നിങ്ങളെ കൊണ്ടുവന്നപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ടി കരുതിയത് കോളേജല്ല, ആദ്യം നിങ്ങൾക്ക് വേണ്ടി കരുതിയത് ജോലിയല്ല. ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തുവാ നിങ്ങൾക്ക് വേണ്ടി ആദ്യം ദൈവം ചെയ്തേ? നിങ്ങളുടെ ചുറ്റിനും വേലി കെട്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ദൈവം ഇസ്രായേലിനെ കുന്നിന്റെ മീതെ നടുന്നതിന് മുമ്പേ ഒരു പ്രാവചനികമായിട്ട് പഠിക്കുക. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യം എന്തുവാ ചെയ്തേ? ചക്കിട്ടോ, ഗോപുരം പണിതോ, ഫീൽഡ് റെഡിയാക്കിയോ, കല്ല് പെറുക്കി കളഞ്ഞോ, മുന്തിരി കൊണ്ട് നട്ടോ, അതോ ആദ്യമേ വേലി കെട്ടിയിട്ടാണോ ഇത് മൊത്തം ചെയ്തേ? ആദ്യം എന്ത് ചെയ്തു ദൈവം? വേലി കെട്ടി. കാരണം തമ്പുരാന്റെ പ്രവൃത്തി, നിങ്ങളുടെ ചുറ്റും വേലി കെട്ടിയിട്ട് മാത്രമേ അവൻ കല്ല് പോലും ഫീൽഡിലെ പറക്കി കളയത്തുള്ളൂ, വയലിലെ. ഇനി കായ്ച്ചതോ കാട്ടുമുന്തിരിയാ, ദൈവം അതിന്റെ വേര് ചെത്താൻ പോയില്ല, ചെടിയെ പിടാൻ പോയില്ല, ഒറ്റ കാര്യം, ഗോപുരം അടിച്ച് കളയാൻ പോയില്ല, ചക്ക് മാറ്റിയില്ല, ഒറ്റ കാര്യം ദൈവം ചെയ്തോളൂ. എന്തോ ചെയ്തേ? വേലി പൊളിച്ചു കളഞ്ഞു. വേലി പൊളിയപ്പെട്ടാൽ പിന്നെ കാട്ടുമൃഗങ്ങൾ കയറി നശിപ്പിച്ചു കളയും. അതാ ഇന്ന് പല കുടുംബങ്ങളിലും പറ്റുന്നത്. കാവലില്ല, ദൈവത്തിന്റെ സുരക്ഷയില്ല. വരുന്ന പോകുന്ന എല്ലാ പിശാചുക്കൾക്കും കയറി വന്നിട്ട് അടിച്ചിട്ട് പോവാം, പണം പൊട്ടിച്ചുകൊണ്ട് പോവാം, ആരോഗ്യം കൊണ്ടുപോവാം. ഉണ്ടാക്കി വെക്കും, കഴിഞ്ഞു, ആ വഴി കൂടെ. അടുത്ത ഉണ്ടാക്കി വെച്ചു, അടുത്ത വഴി കൂടെ. അടുത്ത ഉണ്ടാക്കി വെച്ചു, അടുത്ത വഴി കൂടെ. നോ 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 നോ. ദൈവ പൈതലിന്റെ ജീവിതവും വീടും കെട്ടിയടച്ച തോട്ടമാണ് കേട്ടോ. പിശാചിന് വന്ന് കയറി കിടന്ന് കളിക്കാനുള്ള ഗസ്റ്റ് റൂം അല്ല, പഞ്ചായത്ത് വകയല്ല നമ്മുടെ വീടും നമ്മുടെ ജീവിതവും. ദൈവസഭ, ദൈവമക്കള്, നിങ്ങളുടെ കുടുംബം എങ്ങനെ? നിങ്ങൾ ദൈവത്താൽ പ്രൊട്ടക്റ്റഡാ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും, നിങ്ങളൊന്ന് ഉരുവിട്ടേ, ജീവന്റെ വചനം ഒന്ന് ഉരുവിട്ടേ, ഒരു ബാധയും എൻ്റെ കൂടാരത്തോട് അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കണ്ടോ. ഇനിയും കിടക്കുക അങ്ങ് 18 27 സങ്കീർത്തനം. ഓ എൻ്റെ വെളിച്ചവും, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം. വായിച്ചു സിസ്റ്റർ. ഓ ഗോഡ്. അപ്പച്ചൻ വായിച്ചു, 3-ാമത്തെ വാക്യം വരെ വായിച്ചു.
ആ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും. ഞാൻ ഇന്ന് 2 ദിവസം മുമ്പേ ഈ ഒരു വാക്യത്തിന്റെ ക്ലാസ് എടുത്തതുകൊണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കണം. ദാവീദിന്റെ ചരിത്രം, ഈ വാക്യത്തിന് എനിക്ക് യുദ്ധം നേരിട്ടാലും, എങ്ങനെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും. അപ്പം ഒരാൾക്ക് യുദ്ധം വരുമ്പം പുള്ളി മിണ്ടാതെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട്? എവിടെ ഒരു 10 പൈസയുടെ കുഴപ്പം കാണത്തില്ലേ? അരപ്പിരി ലൂസായിരിക്കും അല്ലേ? അല്ലെ പുള്ളിക്ക് എന്തോ പ്രശ്നം. നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? ഈ എന്തോ പ്രശ്നം വരുമ്പോഴാണ് ഉറങ്ങുക. അപ്പൊ ആ പുള്ളിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷെ ദാവീദ് പറഞ്ഞ അങ്ങനല്ല. ദാവീദ് പറഞ്ഞ എന്തോന്നറിയാമോ? ദൈവം എന്നെ ട്രെയിൻ ചെയ്ത, ദൈവം എന്നെ പണിതുയർത്തിയ ആ വിധങ്ങളുണ്ട്. എൻ്റെ കർത്താവേ, നമ്മുടെ ദൈവസഭയിലുള്ള ഓരോ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ദൈവം ആ ലെവലിൽ പണിതുയർത്തി ഹയർ ലെവലിൽ എത്തിക്കട്ടെ. ദാവീദിന്റെ സങ്കീർത്തനം അവിടുന്ന് മാറുക. 27 സങ്കീർത്തനം, 70-ലധികം സങ്കീർത്തനം ദാവീദ് എഴുതിയിട്ടുണ്ട്. വേണ്ട, 70-ലധികം സങ്കീർത്തനം. ഓരോ വാക്യങ്ങൾ നോക്കിയാൽ എന്ത് കാണാം? കാവൽ കാണും. അവൻ എൻ്റെ ചുറ്റും പരിചയം. കേട്ടോ, നമുക്ക് ഈ ഒരു സ്ലൈഡ് അങ്ങ് നിർത്താം. ഇതും കൂടെ ചിന്തിച്ചിട്ട്, ഒറ്റ വാക്യം കൂടെ ഉള്ളല്ലോ ഇനി ഈ സ്ലൈഡ് ചിന്തിക്കാൻ. നമുക്ക് നോക്കാം ദാവീദിന്റെ ലൈഫിൽ ദൈവം യുദ്ധത്തിനായി ഇറങ്ങി വരുന്ന ഒരു മിസ്റ്ററി കാണിച്ചു തരാം. വായിച്ചോ. 1 ക്രോണിക്കൽസ്, ദിനവൃത്താന്തം 14:14-15. 1 ദിനവൃത്താന്തം 14:14-15. ആ ആ ആ ആ ഓ മൈ ഗാഡ്. ഒരിക്കൽ ഫെലിസ്തീനുമായിട്ട് യുദ്ധമുണ്ടായി അല്ലേ? ദാവീദിന് ഫെലിസ്തീനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഫെലിസ്തീർ വന്ന് താഴ്വരെ വന്ന് മൊത്തം നിറഞ്ഞു. യുദ്ധത്തിന് പോവാം. ദൈവത്തോട് ആലോചന ചോദിച്ചു. നിങ്ങൾ എഴുതി വെക്ക, നിങ്ങളുടെ ലൈഫിലെ ഏത് പ്രതിസന്ധിയുടെ അകത്തും ദൈവത്തോട് ആലോചന ചോദിക്കണം. എടുത്തിട്ടല്ല ആലോചന ചോദിക്കേണ്ടി, എടുത്തിട്ടല്ല കേട്ടോ. ഒരിക്കല് ഞാൻ ഇവിടെ ചർച്ചിലെ മാനേജറായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, സെക്യൂരിറ്റിക്കാർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം വന്ന് പെർമിഷൻ എന്നോട് ചോദിക്കണം. ചോദിച്ചിട്ട് വേണം മറ്റുള്ളവരോട് ആരോടും ചോദിക്കാൻ. ഒരു ദിവസം ഒരു പുള്ളി സെക്യൂരിറ്റി അവൻ അനുസരിക്കത്തില്ല. അന്ന് ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം അവിടെ ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം. അപ്പൊ ഇലക്ട്രിസിറ്റി ആകെപ്പാടെ 5 kV എങ്ങാണ്ട് കിട്ടുന്നത്. അത് ഇന്ന് ഭയങ്കര ഇതൊക്കെയോ വന്ന് പ്രശ്നങ്ങളും കൂടെയാണ്. ആ സമയത്ത് സെക്യൂരിറ്റിക്കാരൻ ഇവന് ചോദിക്കാൻ പറയണമെന്ന് അവന്റെ ഒരു സിസ്റ്റം വരും. കുറച്ച് എന്തുവാ ഈഗോയും കുറച്ച് ജലസിയും കുറച്ച് റിബല്യനും എല്ലാം ഉണ്ട് പുള്ളിക്ക്. പ്രത്യേകിച്ച് ആ പുള്ളിക്ക് എന്നോട് ഇച്ചിരി ചൊരുക്കമുണ്ട്. കാരണം അവനെ വഴക്ക് പറയുന്നതുകൊണ്ട് എന്നോട് ഇച്ചിരി ഇഷ്ടക്കേടുമുണ്ട്. പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരു ദിവസം ചെക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഇവന് അവിടുത്തെ പോസ്റ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുത്ത് ഇവന്റെ മുറി വെച്ചേക്കും. ഇലക്ട്രിസിറ്റി എടുത്ത് ഇവന്റെ മുറിയിൽ കണക്ഷൻ കൊടുത്തേക്കും. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു നിന്നോട് ഇലക്ട്രിസിറ്റി എടുക്കാൻ? നീ പാസ്റ്ററോട് എന്നോട് പെർമിഷൻ ചോദിക്കുന്ന പോട്ടെ, പാസ്റ്ററോട് ചോദിച്ചു. ആരോടെങ്കിലും നിനക്ക് ചോദിക്കുന്ന ആൾക്കാരോടും ചോദിച്ചു? ഇല്ല. ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടി ഇരിക്കുവാന്ന് ചോദിച്ചു. ഞാൻ ഈ കാര്യം, കാരണം ഇലക്ട്രിസിറ്റിയുടെ കാര്യം അന്ന് പല വിഷയങ്ങളുണ്ട്. അതുള്ളത് കൊണ്ട് പാസ്റ്ററെ ഇൻഫോം ചെയ്തു. ഞാൻ പാസ്റ്ററെ ഇൻഫോം ചെയ്തപ്പോൾ പാസ്റ്ററിനോട് ചോദിച്ച ചോദ്യം, ആരോടെങ്കിലും അവൻ ചോദിച്ചോ? ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചിട്ടില്ല. പാസ്റ്റർ അന്വേഷിച്ചു, ആരോടെങ്കിലും ചോദിച്ചോ? ഇല്ല. അവൻ ചോദിച്ചിട്ട് എടുത്തതാണോ എടുത്തിട്ട് പറഞ്ഞതാണോ? ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾ മനസ്സിലായോ? അവൻ പെർമിഷൻ ചോദിച്ചിട്ടാണോ ഇത് കണക്ട് ചെയ്തത്, അതോ കണക്ട് ചെയ്തിട്ട് നിങ്ങളോട് ഇൻഫോം ചെയ്യുമായിരുന്നു? ഞാൻ പറഞ്ഞു, എന്നോട് കണക്ട് ചെയ്ത് ഞാൻ ഇൻഫോം ചെയ്തു പോലും. ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു പോകാൻ പറഞ്ഞു. എന്ത് പറ്റുന്നറിയാം? അവനെ പിന്നെ അവിടുന്ന് ഡിസ്മിസ് ചെയ്യേണ്ടി വന്നു. ഇവൻ ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്യും. പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തിട്ട് ചെയ്യുന്നതും അത് ഗുഡ് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. എനിക്ക് അതുകൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോട് പറയാം, ജോലി ചെയ്തെടുത്തൊക്കെ
പോയി ചോദിക്കും, അല്ലെ അവർക്കറിയാം, ചോദിച്ച് പെർമിഷൻ എടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. അത് നല്ല കാര്യമാണ്. ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. നോക്കിയേ, ദാവീദ് ദൈവത്തോട് എന്തോ എന്നറിയാമോ? ആലോചന ചോദിച്ചു. നമ്മൾ എന്തോ ചെയ്യുന്നേ? യുദ്ധത്തിന് പോയി തോറ്റു കഴിഞ്ഞിട്ട് കർത്താവെ അങ്ങയുടെ ഇല്ല, കർത്താവ് ഞാൻ പറഞ്ഞില്ല. നിന്നോട് ആര് പറഞ്ഞു പോവാൻ? ഞാൻ നിന്നോട് പറഞ്ഞോ പോവാൻ? പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുന്ന എവിടെയാണെന്നറിയാം? കല്യാണത്തിന്റെ സമയത്ത് പെങ്കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല സൗന്ദര്യമാ, സുസ്മിത സെന്നെ പോലെ കാണാൻ. ആലോചന ഒന്നും ചോദിക്കാൻ പോയില്ല, ഞാൻ പോയി അങ്ങ് കെട്ടി. പ്രശ്നം വന്നപ്പോ കർത്താവേ എന്ന് ചോദിക്കും. കർത്താവ് ചോദിച്ചു, എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. നീ എന്നോട് ആലോചന ചോദിച്ചു? കർത്താവിനോട് ആലോചന ചോദിച്ചില്ല, കർത്താവിനോട് പറഞ്ഞില്ല. നമ്മുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ യു ഹാവ് ടു വെയിറ്റ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ദൈവത്തിന്റെ സമയം വരും. അത് എന്തൊക്കെ പ്രശ്നം പിന്നീട് അതിൻ്റെ മേലിൽ പിശാച് അങ്ങനല്ല ഇങ്ങനെ ആ ദൈവപ്രവർത്തികളല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും മിണ്ടായിരുന്നാ മതി. തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോ. ദൈവത്തിന്റെ വാക്കിനായിരിക്കണം ദൈവസഭ ചലിക്കുന്നത്. ദാവീദ് യുദ്ധത്തിന് പോയപ്പോൾ യുദ്ധം വരിക. പക്ഷെ ദാവീദിന് മുമ്പേ ഉണ്ടായിരുന്ന ശൗലോ യുദ്ധം വന്നു, പുള്ളി ഒന്നും വെയിറ്റ് ചെയ്തില്ല. ശമൂവേൽ പ്രവാചകൻ വരാനൊന്നും പുള്ളി വെയിറ്റ് ചെയ്തില്ല. പുള്ളി ചാടിക്കറി യാഗം നടത്തി. ശമൂവേൽ പ്രവാചകൻ വന്നപ്പം പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങ് ചാടിക്കറി അങ്ങ് നടത്തി, പടം നടത്തുകൊണ്ടിരിക്കുക. നീ ഇത് ചെയ്തത് അവിവേകമാണ്. നീ വെയിറ്റ് ചെയ്യാതെ എന്താ? നമുക്കിതൊരു വലിയൊരു പാഠമാണ്. ദാവീദ് എന്തോ ചെയ്തു? ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ദൈവം പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ യുദ്ധത്തിന് പോണ്ട. നിങ്ങൾ അതിന്റെ മുകളിലത്തെ വാക്യം നോക്കി, ഫെലിസ്ത്യർ മൊത്തം വന്ന ദേശം മൊത്തം എന്തോ എടുക്കുക? 13ാമത്തെ വാക്യം നോക്കി, പരന്നു. ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇപ്പൊ ഞാൻ യുദ്ധത്തിന് പോട്ടെ എന്ന്. നമ്മളതെന്തോ യുദ്ധം ചെയ്തിട്ട് വന്നിട്ട് ചോദിക്കും. ദാവീദ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, ഇപ്പം നീ ചെയ്യണ്ട, നിങ്ങൾ എഴുതി വെച്ചോ. God has God's own strategies to win over that battle. യുദ്ധം ജയിക്കാൻ നിന്റെ ബുദ്ധിയിലും യുക്തിയിലുമല്ല, ദൈവത്തിന്റെ സ്ട്രാറ്റജീസ് ഉണ്ട്. ദൈവം പറഞ്ഞു, നീ ഒരു വൃക്ഷം, ബാഘ എന്ന് പറഞ്ഞാൽ മൾബറി ചെടി എന്നാ. മൾബറി ചെടിയുടെ ഇലയുടെ അടുക്കലോട്ട് മാറി നിൽക്കുക. ആ ഇലയിലോട്ട് നീ ചെവി അങ്ങോട്ട് വെച്ചു. അന്നേരം വെക്കുമ്പം ആ ഇലയെ കൂടെ ഒരു സൈന്യം മാർച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കാം, അല്ലേ? റിപ്പബ്ലിക് ഡേ എന്നൊക്കെ മാർച്ച് ചെയ്യുന്ന പോലെ മാർച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. അത് കേൾക്കുമ്പോൾ നീ ഓർത്തോ, നിനക്ക് മുമ്പേ സ്വർഗത്തിലെ സൈന്യം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിനക്ക് കാണപ്പെടാത്ത അൺസീൻ ബാറ്റിൽ. നിങ്ങൾ ചിലർ ആ ശബ്ദം കേൾക്കണം. ചിലപ്പം ചിലത് കാണണം. ബാല്യക്കാരന് കാണാൻ പറ്റാത്തത് പ്രാർത്ഥിക്കുന്നവൻ കാണും, കൈപ്പത്തി പോലുള്ള മേഘം. നമ്മള് സെക്കരിയാവിൽ നിന്ന് പഠിച്ചു, നീ ചിലത് കാണണമെങ്കിൽ തല ഉയർത്തി നോക്ക്. അളവ് നൂല് പിടിച്ച പുരുഷൻ നടക്കുന്നത് നീ കാണും. നിങ്ങൾക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. വെയിറ്റ് ഫോർ ഗോഡ്. റൈറ്റ് ഡിവൈൻ കണക്ഷൻ തരും ദൈവം നിങ്ങൾക്ക്. ആ ഡിവൈൻ കണക്ഷനിൽ കൂടെയാണ് നിങ്ങളെ ദൈവം ബിൽഡ് ചെയ്യുന്നത്, കേട്ടോ. ഡിവൈൻ കണക്ഷൻ ദൈവം തരും. റൈറ്റ് ഡിവൈൻ കണക്ഷൻ തരും. ആ കണക്ഷനിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ ബ്ലെസ്സിങ്, നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസിലേക്ക് വളരുന്നത്. ദൈവത്തിന് അറിയാം ഏത് മണ്ണിൽ, ഏത് ഫീൽഡിൽ, ഏത് തോട്ടക്കാരൻ്റെ അടുക്കൽ ഈ തോട്ടത്തിൽ കൊണ്ട് നട്ടാൽ വളരുമോ ഈ ചെടി. ഏത് മണ്ണിൽ കൊണ്ട് നട്ടാൽ വളരുമെന്നറിയാം. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത്, ആപ്പിൾ ചെടി ഇവിടെ കൊണ്ട് നട്ടാൽ, ഓർക്കുന്നുണ്ടോ അത്? ആപ്പിൾ ഏറ്റവും കൂടുതൽ വളരുന്ന എവിടെയാ? ഹിമാലയ, തണുപ്പുള്ളത്. മുന്തിരിയുടെ സ്ഥലമാ കർണാടകയും പിന്നെ തമിഴ്നാടും ഒക്കെ. കേരളത്തിൽ അത്ര മുന്തിരിയൊന്നുമില്ല. കേരളത്തിന്റെ മണ്ണിന്റെ ഭൂപ്രകൃതിക്ക് പറ്റിയതല്ല. പക്ഷെ നാഗ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ഓറഞ്ച് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ നെൽകൃഷിയുണ്ട്, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെയുള്ള ഓരോ സ്ഥലത്തിനും ഓരോ ടൈപ്പ് കൃഷിയാണ്. ഓരോ ടൈപ്പിന് ദൈവം തൻ്റെ മക്കളെയും നടേണ്ടിയ മണ്ണിൽ കൊണ്ട് നടും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചോളൂ, അവിടെയാണ് നിങ്ങളുടെ ഫ്ലറിഷ്നസ്. മൾബറി ചെടിയുടെ അടുക്കൽ ചെവി കോർത്ത് നിന്നപ്പം ആര് മാർച്ച് ചെയ്യുന്നു? സൈന്യം മാർച്ച് ചെയ്യുന്നു. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുക.
എൻ്റെ കർത്താവെ, അഭിഷേകമുള്ളവന് വേണ്ടി മുമ്പേ ദൈവം യുദ്ധത്തിന് പുറപ്പെടും. അഭിഷേകമുള്ളവന് വേണ്ടി ദൈവം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടും. നിങ്ങളുടെ ലൈഫിലും ദൈവം നിങ്ങളുടെ മുമ്പേ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടട്ടെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് നിർത്തുക. നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു. ഇന്ന് നമ്മൾ 2 കാര്യം പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? നമ്മൾ ദാവീദ് രാജാവിന്റെ മൾബറി ചെടിയുടെ അതിൽ കൂടെ സൈന്യം മാർച്ച് ചെയ്തത് കാണുമ്പം ദൈവം പറഞ്ഞു, ഇറങ്ങിക്കോ, ഞാൻ നിനക്ക് മുമ്പ് ആ യുദ്ധത്തിന് വേണ്ടി വരിക. നിങ്ങളുടെ ലൈഫിലും ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 2, ദാവീദ് രാജാവിന്റെ ചരിത്രം കണ്ടു. നിങ്ങൾ ദാവീദ് രാജാവിനെ തന്നെയല്ല, ആരെ പഠിച്ചു? അവർക്കെല്ലാം എന്തുണ്ടായിരുന്നു? സുരക്ഷ. നിങ്ങൾ പറ, ബാംഗ്ലൂർ സിറ്റി നിങ്ങൾ ജീവിക്കണമെങ്കിൽ സുരക്ഷ വേണോ? വണ്ടി ഓടിക്കുമ്പോൾ സുരക്ഷ വേണോ? രാത്രി ഉറങ്ങുമ്പോൾ സുരക്ഷ വേണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് സുരക്ഷ വേണോ? നിങ്ങളുടെ ആരോഗ്യത്തിന് വേണോ? പണത്തിന് വേണോ? നമ്മുടെ സഭയ്ക്ക് വേണോ സുരക്ഷ? യെസ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും എല്ലാ വഴികളിലും കർത്താവ് നിങ്ങൾക്ക് കാവലായി തീരട്ടെ. മാനുഷിക കണ്ണിനെ വെട്ടിക്കാൻ പറ്റും. മനുഷ്യ കണ്ണിന്റെ മുമ്പിൽ മനുഷ്യൻ കൊടുത്ത ഇസഡ് ലെവൽ പ്രൊട്ടക്ഷനകത്ത് പലതും പൊലിഞ്ഞുപോയി. രാജീവ് ഗാന്ധി പൊലിഞ്ഞുപോയി, ഇന്ദിരാഗാന്ധി പൊലിഞ്ഞുപോയി, അനേകർ പൊലിഞ്ഞുപോയി. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് അല്പം ഒരു ബുള്ളറ്റിന്റെ ഒരല്പം ചെവിയെ കൂടെ കൊണ്ടു, അല്പം ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അമേരിക്കയിലെ എത്ര 2 3 പ്രസിഡന്റുമാർ വെടികൊണ്ട് മരിച്ചു. എബ്രഹാം ലിങ്കൺ വെടികൊണ്ട് മരിക്കുക. വേറൊരു അദ്ദേഹം, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നിക്സൺ വെടികൊണ്ട് മരിച്ചു. ഭയങ്കര സുരക്ഷയ്ക്കകത്തും മാനുഷിക സുരക്ഷയ്ക്കകത്ത് പല പാളിച്ചകൾ പറ്റാം. പക്ഷെ നിങ്ങൾ ഇന്ന് വരെ പറ, തമ്പുരാൻ കാവല് കൊടുത്തെടുത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും കയറാൻ പറ്റിയിട്ടുണ്ടോ? തീ മതിൽ. ഇയ്യോബിന് ചുറ്റിനും സാത്താൻ ഊടാടി സഞ്ചരിച്ചു നോക്കി, തൊടാൻ പറ്റിയിട്ടില്ല. നീ അവന്, നമ്മൾ മുന്നോട്ട് വരും പഠിക്കും, നീ അവനും അവന്റെ കുടുംബത്തിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടി. നോക്കിയേ, ദൈവത്തിന്റെ സുരക്ഷ. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, അടുത്ത ചാപ്റ്റർ പഠിക്കാൻ പോകുന്നാൽ ഇന്ന് പഠിക്കുന്നില്ല, നമ്മൾ ഹോളി കമ്മ്യൂണിലേക്ക് പോവാം. പുതിയ നിയമത്തിലേക്ക് കയറുക. വേണ്ട, യേശു കർത്താവ് പറയുന്ന വാക്ക് തൊട്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വരെ നമ്മൾ ഉൽപ്പത്തി തൊട്ട് പഠിച്ചു വരിക. ദൈവത്തിന്റെ സുരക്ഷ അടക്കുക. സുരക്ഷ ഉണ്ടെങ്കിലേ, വീണ്ടും ഞാൻ പറയുന്നു, ഒരാൾ വളരത്തുള്ളൂ. നമ്മൾ കേൾക്കാം, പിന്നീട് നമുക്ക് കേൾക്കാം എന്തുവാ ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം. എത്ര സങ്കീർത്തനങ്ങളാ. ഡേ ആൻഡ് നൈറ്റ് ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ വ്യത്യസ്ത, ഇസ്രയേലിനെ ദൈവം കാത്തുകൊള്ളുന്നതിന്റെ എത്ര കാര്യങ്ങൾ പഠിക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഇന്നില്ല. Their God changes the path of a rocket in a mid-air, said a terrorist. വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് കാണാം. നമുക്കിനിയും പ്രാർത്ഥിക്കാം. നമുക്ക് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കാം. ഇയ്യോബിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കാം. ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാം. സ്വർഗത്തിന്റെ സുരക്ഷ സകല വ്യക്തികളുടെ മീതെയും ദൈവം പകരട്ടെ. എല്ലാ വ്യക്തികളുടെ മീതെയും പകരട്ടെ. ദൈവം ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മീതെ കർത്താവിന്റെ കാവൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളുടെ മീതെയും കർത്താവിന്റെ കാവലിനെ ദൈവം പകരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.